വലിയ മയക്കുമരുന്ന് വേട്ട 300 ഗ്രാം എന്ന് പറയുന്നത് ചെറിയ അളവല്ല. MDMA ഇവർ പിടിയിലാവുന്നത് എവിടെ വെച്ചാണ്? മറ്റു വിശദാംശങ്ങൾ കൂടി വിൻഷ, അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം. കോഴിക്കോട് രാമനാട്ടുകര മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് ഇവരെ പിടികൂടുന്നത്. 2 കോഴിക്കോട് സ്വദേശികളാണ് MDMAയുമായി പിടിയിലായിരിക്കുന്നത്. ഒന്ന് പൊക്കുന്ന് സ്വദേശി നവാസ്, കൊളങ്ങര പീടിക സ്വദേശി ഇംതിയാസ്, 29-30 വയസ്സുള്ള 2 യുവാക്കളാണ് പിടിയിലായിരിക്കുന്നത്. ഈ സംഭവം എന്നത് ഇങ്ങനെയാണ്. അതായത് കോഴിക്കോട് രാമനാട്ടുകര മേൽപ്പാലത്തിന് സമീപം ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു. പോലീസ് കൈ കാണിച്ചപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വാഹനം നിർത്താതെ അമിത വേഗത്തിൽ പോയി. ഈ വാഹനം മറ്റൊരു വണ്ടിയെ ഇടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് പോലീസിന് സംശയം തോന്നുകയായിരുന്നു. പോലീസ് ഈ വാഹനത്തിനടുത്ത് എത്തിയപ്പോൾ ഈ 2 ആളുകൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തി. അതിന് പിന്നാലെ പിടികൂടിയതിനു ശേഷമാണ് പോലീസ് ഈ കാർ പരിശോധിക്കുന്നത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഈ വാഹനത്തിലാണ് 300 ഗ്രാം MDMA പോലീസ് ഡിക്കിയുടെ രഹസ്യ ഭാഗത്ത് സൂക്ഷിച്ച നിലയിൽ കണ്ടത്. ഏതായാലും 2 പേരുടെ അറസ്റ്റും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്, എവിടേക്ക് കൊണ്ടുപോകാനാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് വിശദമായി തന്നെ ചോദിച്ചറിയുകയാണ് ഇപ്പോൾ. ഏതായാലും വലിയ MDMA വേട്ടയാണ് നടന്നിരിക്കുന്നത്. കാരണം പല സമയങ്ങളിൽ പല ഇടങ്ങളിലായി ഇത്തരത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഹരി വേട്ട കർശനമാക്കിയിരിക്കുകയാണ് പോലീസും ഡാൻസാഫും ചേർന്നാണ് ഈ പ്രതികളെ നിലവിൽ പിടികൂടിയിരിക്കുന്നത്. 2ഉം കോഴിക്കോട് സ്വദേശികളാണ്, യുവാക്കളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴായി MDMA പല കേന്ദ്രങ്ങളിൽ നിന്ന് പിടികൂടുമ്പോഴൊക്കെ തന്നെയും യുവാക്കളാണ് ഇതിൽ പല കേസുകളിലും പിടിക്കപ്പെടുന്നുള്ളത് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് വിനിഷ. ഏതായാലും പോലീസ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പല ഇടങ്ങളിലായി പരിശോധന കർശനമാക്കി വരുന്നു നിലവിൽ. ശരി മേഘ, കോഴിക്കോട് നിന്നുള്ള വലിയൊരു മയക്കുമരുന്ന് വേട്ടയുടെ വിശദാംശങ്ങളാണ് മേഘമാധവൻ പങ്കുവച്ചത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഡാൻസാഫിന്റെ പ്രത്യേക ടീമായും സംസ്ഥാനത്തുടനീളം ലഹരിക്കെതിരെയുള്ള ലഹരി പരിശോധന, ലഹരി വ്യാപനം തടയുന്നതിനായുള്ള പരിശോധനകളൊക്കെ കർശനമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഹരി വേട്ട നിരവധി ഉണ്ടാകുന്നത്, അതൊക്കെയും വാർത്തയാകുന്നതും.